2016 ലാസ്റ്റ് ഇന്നോവ ഇറങ്ങുന്നത്. ആ ലാസ്റ്റോട് സ്റ്റോപ്പ് ആയതാണ്. അതുവരെ 2016 മോഡൽ കമ്പനി സർവീസോട് കൂടി 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഇന്റർകൂളർ എഞ്ചിനാണ്. അപ്പോൾ ഒരുപാട് പേര് 15 16 ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പറ്റിയ വണ്ടിയാണ്, നല്ല കിടിലൻ വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഓർക്കൊക്കെ ഡയറക്റ്റ്ലി 7,65,000 റുപ്യക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം. 7,50,000 റുപ്യക്ക് ഫൈനല് കേട്ടോ. അപ്പോൾ ഓട്ടോപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വന്തം. എന്നും ഞങ്ങൾ ഇന്നലെ ഒറ്റയ്ക്കാണല്ലേ നമ്മൾ അലാപ്പാനെ പിടിച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മുപ്പര് പറയും. 2016 മോഡൽ നല്ലൊരു ഇന്റർകൂളർ എഞ്ചിനാണ്. ഗ്രേ എലിഫന്റ് ഗ്രേ ആണ്. 2016 മോഡൽ ലാസ്റ്റ് 2016 ലാസ്റ്റ് ഇന്നോവ ഇറങ്ങുന്നത്. ആ ലാസ്റ്റോട് സ്റ്റോപ്പ് ആയതാണ്. അതുവരെ 2016 മോഡൽ കമ്പനി സർവീസോട് കൂടി 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഇന്റർകൂളർ എഞ്ചിനാണ്. എത്ര 2.5 ലക്ഷം ഓട്ടം പറഞ്ഞത്? 2.5 ലക്ഷം കിലോമീറ്റർ. 2.5 ലക്ഷം ഓട്ടം. അപ്പൊ നമ്മള് 2016 മോഡല് തേർഡ് ഓണർഷിപ്പിൽ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയുള്ള അത് എലിഫന്റ് ഗ്രേയിൽ വരുന്ന ഒരു കിടില മുതലാണ് നമ്മളിന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിടാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്യണ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 2016 മോഡലിൽ ഇനി എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർകൂളർ എഞ്ചിനാണ് വണ്ടി. ഫ്രണ്ട് ഏരിയ നോക്കിക്കോളി, ടൈപ്പ് 4 കമ്പനി അല്ലെങ്കിൽ എന്താ ഇത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ക്രിസ്റ്റയാണ്. നമ്മുടെ വണ്ടിൻ്റെ ഫ്രണ്ട് ഏരിയ അല്ലെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ടൈപ്പ് 4 കമ്പനി ടൈപ്പ് 4 കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ മേജർ ആക്സിഡൻറ്റ്, തട്ടുമുട്ടി, ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഓക്കെ, കമ്പനിയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. G4 ആണെങ്കിൽ ഇവിടെ നിക്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. G4ൻ്റെ ഗ്രില്ല് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പെയിൻറ്റിങ് മാത്രമേ വരുള്ളൂ, ഗ്രേ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിക്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു വീലോട് മാറി ചെയ്തിട്ടുണ്ട്. കാരണം ഡയമണ്ട് അലോയ് വീല്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, പിന്നെ നിക്ലിങ് കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ടയർ ബാങ്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. നല്ല ടയർ ബാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഡയമണ്ട് അലോയിൽ അത് 15 വീക്കൊക്കെ വരുന്നുള്ളൂ. 15 വീക്ക് സെഡിനൊക്കെയാണ് വരുന്നത് ഡയമണ്ട് അലോയിൽ. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ അത്യാവശ്യം അടിപൊളി സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ നോക്കി G4 ആണ്. പിന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കി 7 സീറ്റ് വണ്ടിയാണ്. ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. റൂഫൊക്കെ നോക്കിയിട്ടോ, നല്ല വൃത്തിയുള്ള റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ 2016 മോഡലാണ്, 15 അല്ല, ലാസ്റ്റ് മോഡൽ. ഇന്നോവയിൽ തന്നെ ഈ ജനറേഷനിൽ ലാസ്റ്റ് മോഡൽ. ഇത് കഴിഞ്ഞ ക്രിസ്റ്റ, പിന്നെ ഫോർച്യൂണർ, അങ്ങനെ പോകും. ഹൈക്രോസ് കാര്യങ്ങൾ അങ്ങനെ പോകും. ഓക്കെ, ഇനി ഇതാണ് സ്പോയിലർ ആണെങ്കിലും 2.5G ആണെങ്കിലും ക്രോമും കാര്യങ്ങളും, ഡിക്കി പട്ട, യൂബ് ക്രോം, അങ്ങനെ ഒരുവിധം ഒട്ടുമിക്ക എല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ അഡീഷണലി ആഡ് ചെയ്താണ്. ഇതാണ് ബാക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ കേട്ടോ. പ്രൊഫൈൽ ബാക്ക് പ്രൊഫൈലൊക്കെ ഓക്കെയാണ്. പിന്നെ അവിടെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കേട്ടോ. ഒന്നും ഒക്കെ കണ്ടീഷനുള്ള സാധനമാണ്. ടയർ ബാഗ് നോക്കിക്കോളി, ഇതൊക്കെ ഏകദേശം 70% മുകളിൽ 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ക്രോം കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ ക്രോം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ക്രോം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്, വിൻഡോ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ 16 ആകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടി ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മളിൽ 15 ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് 15 16 ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പറ്റിയ വണ്ടിയാണ്, നല്ല കിടിലൻ വണ്ടിയാണ്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഞാൻ എഞ്ചിൻ റൂം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടീൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോക്കിക്കോളി, കറക്റ്റ് നോക്കിക്കോട്ടോ. ബ്രോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളി. പിന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ, കൂളൻ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇടണം കേട്ടോ. ഇന്റർകൂളർ എഞ്ചിനാകുമ്പോൾ ഇതാക്കണേ ഇവിടെ ഒരു കുട്ടി ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്റർകൂളർ എഞ്ചിൻ ഒരുപാട് പേര് ചോദിക്കണ ഒരു കളർ. ഓക്കെ, ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇന്റർകൂളർ എഞ്ചിൻ ഉണ്ടോ മോഡൽ കൂടിയല്ലേ. അപ്പോൾ അതാക്കുന്നത് 2016 മോഡലിൽ ഇന്റർകൂളർ എഞ്ചിൻ്റെ ഒരു കിടിലൻ വണ്ടി ഇന്നെ വന്നിക്കണേ. അതും എലിഫന്റ് ഗ്രേ, സാധാ ഗ്രേ അല്ല, എലിഫന്റ് ഗ്രേ. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. വരി. അപ്പം നമ്മളെ ഇന്റർകൂളർ എഞ്ചിന് വരുമ്പോൾ എല്ലാവരും പറയും കുറച്ച് ചീറലുണ്ടാവുന്നത്. ചെറിയൊരു ചീറലുണ്ടാവും. അതുകൊണ്ടാണ് ആ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടണത്. പിന്നെ 15 കൂടെ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവും. ഗ്ലാസ്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് പോണത്. സ്മൂത്ത് സൗണ്ട് ശ്രദ്ധിച്ചോ കേട്ടോ. നല്ല സുഖമുണ്ട് ഓടിക്കാൻ. ഓക്കെ, ഗിയർ ആണെങ്കിലും ഷിഫ്റ്റിംഗ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗിയർ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് നമ്മളെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കർണാടകയിൽ നിന്ന് വീഡിയോ ആണ് ഒരുപാട് പേരുണ്ട് നമുക്ക്. അപ്പോൾ ഓർക്കൊക്കെ ഡയറക്റ്റ്ലി 7,65,000 റുപ്യക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാം. 7,50,000 റുപ്യക്ക് ഫൈനല് കേട്ടോ. നെറ്റ് പ്രൈസ് ഫൈനല് നമുക്ക് 7,50,000 റുപ്യ ഇട്ട് കഴിഞ്ഞാൽ കർണാടകക്കാണോ നിങ്ങൾ യൂസ് ചെയ്യണത്, ധൈര്യമായിട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ. അല്ല കിട്ടില്ല വണ്ടിയാണ്. 16 ഉണ്ട്, 15 അല്ല, 16 മോഡൽ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ നോക്കണം. എനിക്ക് ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. ഉള്ളതുകൊണ്ടാണ് നല്ല സ്മൂത്താണ്. സസ്പെൻഷൻ ചെയ്ത് ട്രൈ ചെയ്യുക. ഓക്കെയാണ്, ബാക്കും ഫ്രണ്ട് സസ്പെൻഷനൊക്കെ ഓക്കെയാണ്. കട്ടറും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അറിയില്ല. കാരണം നിങ്ങൾ ഓടിച്ചുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെ തന്നെ കാരണം
അപ്പം നമുക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ഇത്രയും വണ്ടി ഓടിച്ചോട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ്. വണ്ടി ഓക്കെയാണ്, ധൈര്യമായിട്ടും കൊണ്ടുപോകാം. വേറെ മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ക്രിസ്റ്റൽ ഡെലിവറി കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ ഇറങ്ങിയാണ് വീടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോസ്. വേറെ പ്രശ്നമൊന്നുമില്ല, മാഷാഅല്ലാഹ് അടിപൊളി വണ്ടിയാണ്, ധൈര്യമായിട്ടും കൊണ്ടുപോകാം. അപ്പോൾ ആർക്കെങ്കിലും 2016 മോഡല് ലാസ്റ്റിൽ ഇന്നോവയിലും തപ്പി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയിക്കോളി. റാഞ്ചി കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റാണ്. ഓക്കെ, എലിഫൻറ്റ് ഗ്രേ, സാധാ ഗ്രേ പാടല്ല കേട്ടോ, എലിഫൻറ്റ് ഗ്രേ വരുന്നൊരു കളറാണ്, അതൊന്നുകൂടെ ഡാർക്കായിട്ടേ. അപ്പോൾ തിരിക്കാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണാം. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണാം. ഓക്കെ, ശരി.